കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ വേറെ ലെവലാണ്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 319.21 കോടി രൂപ വരുമാനം നേടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചു. മുൻവർഷം ഇത് 288.32 കോടി രൂപയായിരുന്നു. യാത്രക്കാരുടെ എണ്ണവും ടിക്കറ്റ് വരുമാനവും ഉയർന്നതോടെയാണ് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകൾ വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 267.50 കോടി രൂപ വരുമാനമായി എറണാകുളം ജംഗ്ഷൻ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 17.55 കോടി രൂപയുടെ വർധനമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കോഴിക്കോട് സ്റ്റേഷൻ 28.51 കോടി രൂപയുടെ വർധനയോടെ 218.61 കോടി രൂപയിലെത്തി സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തെത്തി. വരുമാനത്തിൽ വൻ മുന്നേറ്റം നടത്തിയ സ്റ്റേഷനുകളിൽ കണ്ണൂരും ഉൾപ്പെടുന്നു. 136.11 കോടി രൂപ വരുമാനം നേടി കണ്ണൂർ 7ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ആലുവ സ്റ്റേഷനും റാങ്കിങ്ങിൽ മുന്നേറി 9ാം സ്ഥാനത്തെത്തി. വിവരാവകാശ രേഖകളിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചെങ്ങന്നൂർ, തിരുവനന്തപുരം നോർത്ത്, ഷൊർണൂർ ജംഗ്ഷൻ, കായംകുളം തുടങ്ങിയ സ്റ്റേഷനുകൾ 50 കോടി ക്ലബിൽ ഇടം നേടി. കാസർഗോഡ്, തലശ്ശേരി സ്റ്റേഷനുകളും 50 കോടി വരുമാനത്തിലേക്ക് അടുക്കുകയാണ്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളാൽ റോഡ് യാത്ര ദുഷ്കരമായതും ട്രെയിനുകളുടെ സമയകൃത്യത മെച്ചപ്പെട്ടതും സ്റ്റേഷനുകളുടെ വികസനവും യാത്രക്കാരെ കൂടുതൽ റെയിൽവേയിലേക്ക് ആകർഷിച്ചെന്നാണ് വിലയിരുത്തൽ. റിസർവ്ഡ് യാത്രക്കാരോടൊപ്പം അൺറിസർവ്ഡ് യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം കേരളത്തിലെ 2 വന്ദേ ഭാരത് സർവീസുകൾ മാത്രം 2024-25 വർഷത്തിൽ 163 കോടി രൂപ വരുമാനം നേടിയതും ശ്രദ്ധേയമാണ്.